വളരുന്നു. അവൾക്ക് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 3 പ്രാവശ്യം ബുക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്കും അവൾ തളർന്നു. അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു പിന്നെ അവളെ വിഷമിപ്പിക്കരുത്, കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സായി എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന്. മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം, EP സ്റ്റഡി ചെയ്യുക, അതിൻ്റെ കൂടെ എവിടെ എക്സ്ട്രാ സ്റ്റിമുലേഷൻ വരുന്ന പാർട്ട് റിമൂവ് ചെയ്തിട്ട് അത് കരിച്ച് കളയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം ചെയ്തു. ഞങ്ങൾ ഉടമ്പടി തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എസെക്കിയേൽ 11:19 പറയുന്നുണ്ട്, നിനക്കൊരു പുതിയ ഹൃദയം ഞാൻ നൽകും, പുതിയ ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും, നിന്നിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഞാൻ മാംസല ഹൃദയം തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, ഈ വചനം എൻ്റെ മകളിൽ പ്രാവർത്തികമാവണം. എൻ്റെ മകൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി എൻ്റെ മകളെ മാറ്റണം. ഞങ്ങൾ EP സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോയി. തിയേറ്ററിൽ കയറ്റുന്നത് വരെ ഞാൻ അവൾക്ക് ഈ ഉടമ്പടി കാശ് രൂപം കൊടുത്തു. വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇവള് അതിൻ്റെ ഉള്ളിൽ നിന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൾക്ക് കാണാതെ അറിയാം, അവളത് ചൊല്ലിക്കൊണ്ടിരുന്നു. പെയിൻഫുൾ ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഫെമറൽ വെയിനിലൂടെ ഒരു ട്യൂബിട്ട് ഹാർട്ടിലേക്ക് കടത്തി അത് ആ ക്യാമറയിലൂടെ നോക്കുക, എവിടെയാണോ എക്സ്ട്രാ സ്റ്റിമുലേഷൻ ഉള്ളത് അത് റിമൂവ് ചെയ്യുക. പക്ഷേ ഡോക്ടർ 12:45 കയറ്റി 2:30 ഡോക്ടർ അരുൺഗോപി വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത്ര നേരം പരിശ്രമിച്ചു, പല മെഡിസിൻസ് ഉപയോഗിച്ച് ഹാർട്ടിനെ ഇൻഡ്യൂസ് ചെയ്തിട്ടും യാതൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് രാത്രി 8 മണി വരെ CCUയിൽ കിടത്തട്ടെ എന്ന് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് റിമൂവ് ചെയ്ത് അത് അബ്ലേഷൻ എന്ന് പറയുക പ്രൊസീജിയറിന് അത് ചെയ്തിട്ട് കരിച്ചു കളയാമെന്ന് പറഞ്ഞു. ഇത് ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, ഒരു ടാബ്ലറ്റ് മാത്രം മതി, അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 8 മണിക്ക് റിമൂവ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അതിനടുത്ത ദിവസം അവൾ സ്കൂളിൽ പോയി. സെൻഡ് ഓഫ് ആയിരുന്നു. ഒരു പ്രശ്നവും ഇല്ല. അവളാണ് ഈ നിൽക്കുന്നത്. മാതാവിന് നന്ദി. പിന്നെ കഴിഞ്ഞ